വെൽക്കം ബാക്ക് ടു ലേൺ എക്കണോമി മലയാളം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കോമ്പൻസേറ്ററി ഫിസ്ക്കൽ പോളിസി എന്താണെന്നാണ്. അപ്പോ ഇതെന്താണെന്ന് നോക്കിയിട്ട് വരാം. കോമ്പൻസേറ്ററി ഫിസ്ക്കൽ പോളിസി എന്ന് പറയുമ്പോൾ നമ്മുടെ മാക്രോ ഇക്കണോമിക് സ്റ്റെബിലൈസേഷന് വേണ്ടിയിട്ട് ഒരുപാട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റോള് വഹിക്കുന്ന ഒരു ഇമ്പോർട്ടന്റ് ആസ്പെക്ട്. അപ്പൊ എന്താണിത്? നമ്മുടെ ഗവൺമെന്റ് എടുക്കുന്ന കുറച്ച് മെഷേഴ്സിനെയാണ് നമ്മൾ കോമ്പൻസേറ്ററി ഫിസ്ക്കൽ പോളിസി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ നമുക്കറിയാം, നമ്മുടെ ഇക്കോണമി എന്ന് പറയുന്നത് എപ്പോഴും ഫ്ലക്ച്വേറ്റിംഗ് ആയിരിക്കും, അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് ഫ്ലക്ച്വേഷൻസ് നേരിടേണ്ടി വരുന്നുണ്ട്. അപ്പോൾ ഈ ഫ്ലക്ച്വേഷൻസിനെയൊക്കെ തന്നെ ഒന്ന് കൗണ്ടർ ബാലൻസ് ചെയ്യാനായിട്ട് നമ്മൾ ചില സ്റ്റെപ്സുകൾ എടുക്കും. ഇവിടെ ഗവൺമെന്റ് എടുക്കുന്ന സ്റ്റെപ്സിനെ ആണ് നമ്മൾ കോമ്പൻസേറ്ററി ഫിസ്ക്കൽ പോളിസി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഫ്ലക്ച്വേഷൻസ് ഒക്കെ മാറ്റി നമുക്ക് സ്റ്റെബിലിറ്റിയിലേക്ക് നമ്മുടെ ഇക്കോണമി എത്തിക്കാനായിട്ട് ഗവൺമെന്റ് എടുക്കുന്ന മെഷേഴ്സിനെ നമുക്ക് കോമ്പൻസേറ്ററി ഫിസ്ക്കൽ പോളിസി എന്ന് പറയാം. ഇവിടെ ഗവൺമെന്റ് ഉപയോഗിക്കുന്ന രണ്ട് ഇമ്പോർട്ടന്റ് ടൂൾസ് ആണ് ഗവൺമെന്റിന്റെ സ്പെൻഡിങ്ങും അതേപോലെ തന്നെ ടാക്സേഷൻ. അപ്പോൾ ഈ രണ്ട് ടൂൾസ് ഉപയോഗിച്ചിട്ടാണ്, അല്ലെങ്കിൽ ഈ രണ്ട് ഇൻസ്ട്രുമെന്റ്സ് ഉപയോഗിച്ചിട്ടാണ് ഗവൺമെന്റ് നമ്മുടെ ഇക്കണോമിക് ഫ്ലക്ച്വേഷൻസിനെയും അത് ഉണ്ടാക്കുന്ന അഡ്വേഴ്സ് ഇഫക്റ്റിനെയൊക്കെ തന്നെ ഡീൽ ചെയ്യുന്നത്. അപ്പൊ ഇവിടുത്തെ മെയിൻ ഇന്റൻഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് സ്റ്റെബിലിറ്റി വേണം, ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഇക്കോണമി കൊണ്ടുവരണം. നമ്മുടെ ഗ്രോത്ത് റേറ്റ് ഒക്കെ എടുക്കുവാണെങ്കിൽ ഒരുപാട് ഫ്ലക്ച്വേറ്റിംഗ് ആയിട്ടുള്ള ഒരു ടെൻഡൻസി ഇക്കോണമിയിൽ ഉണ്ടെങ്കിൽ അത് ഒരു അൺഹെൽത്തി ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ് നമ്മളെ ഒന്ന് കാണിച്ചു തരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള അൺഹെൽത്തി സിറ്റുവേഷൻസ് മാറ്റിയിട്ട് ഒരു സ്റ്റെബിലിറ്റി ഇക്കണോമിക് പെർഫോമൻസിനും ഇക്കണോമിക് ഗ്രോത്തിനും ഒക്കെ കൊണ്ടുവന്നിട്ട് ഒരു സസ്റ്റൈനബിൾ ഇക്കണോമിക് ഡെവലപ്മെന്റിലേക്ക് ഇക്കോണമിയെ നയിക്കാൻ നമ്മുടെ കോമ്പൻസേറ്ററി ഫിസ്ക്കൽ പോളിസിക്ക് പറ്റും. അപ്പൊ ഇക്കണോമിക് ഷോക്സിനെയൊക്കെ വളരെ ഈസി ആയിട്ട് ഡീൽ ചെയ്യാൻ കോമ്പൻസേറ്ററി ഫിസ്ക്കൽ പോളിസിക്ക് പറ്റും. അപ്പൊ ഇത് എങ്ങനെയാണ് എടുക്കേണ്ടത് എന്നാണ് നമ്മൾ നോക്കിയത്. അപ്പൊ ആദ്യം തന്നെ നമ്മുടെ ബിസിനസ് സൈക്കിൾ ഫ്ലക്ച്വേഷൻസ്, അതായത് നമുക്ക് റെസഷൻ ഉണ്ട്, ഡിപ്രഷൻ ഉണ്ട്, ബൂം ഉണ്ട്, റിക്കവറി ഉണ്ട്. അപ്പൊ ഇതില് മെയിൻ ആയിട്ട് നമ്മൾ ട്രബിൾ ചെയ്യുന്ന രണ്ട് കേസാണ്, ഒന്ന് റെസഷനും ഒന്ന് ഇൻഫ്ലേഷനും. അപ്പൊ റെസഷൻ എന്ന് പറയുമ്പോൾ സിറ്റുവേഷൻ, അത് സമയത്ത് തന്നെ അത് കൺട്രോൾ ചെയ്തില്ലെങ്കിൽ അത് ഡിപ്രഷനിലേക്ക് നമ്മുടെ ഇക്കോണമിയെ നയിക്കും. അപ്പൊ ഗവൺമെന്റ് എപ്പോഴും എന്ത് ചെയ്യും? റെസഷൻ വരുമ്പം തന്നെ അപ്രോപ്രിയേറ്റ് സ്റ്റെപ്സ് ഒക്കെ എടുത്തിട്ട് ഇക്കോണമിയെ ഒന്ന് പിടിച്ചു കെട്ടാനായിട്ട് ശ്രമിക്കും. ആ പിടിച്ചു കിട്ടലിൽ ഇക്കോണമി നിന്നില്ലെങ്കിലാണ് അത് ഡിപ്രഷനിലേക്ക് പോകുന്നത്. ഇവിടെ ഗവൺമെന്റിന് അറിയാം, റെസഷൻ സിറ്റുവേഷനിൽ നമ്മുടെ ഇക്കോണമി എന്ന് പറയുമ്പോൾ ഒരു ഡൾ സിറ്റുവേഷൻ ആണ്. അപ്പൊ ഈ ഡൾനെസ്സിനെ മാറ്റി ഇക്കോണമിയെ ഉയർത്തിക്കൊണ്ട് വരികയാണ് നമ്മുടെ ഗവൺമെന്റിന്റെ മെയിൻ ഇന്റൻഷൻ. അവിടെ ഗവൺമെന്റ് നോക്കുമ്പോൾ അഗ്രിഗേറ്റ് ഡിമാൻഡ് കുറഞ്ഞിരിക്കുന്നു, അൺഎംപ്ലോയ്മെന്റ് കൂടിയിട്ടുണ്ട്. അപ്പൊ അത് കാരണം ആൾക്കാരുടെ കയ്യിൽ പൈസ ഇല്ല. അപ്പൊ ഗവൺമെന്റ് മനസ്സിലാവും, ഓക്കെ, ആൾക്കാരുടെ കയ്യിൽ കാശില്ല, അൺഎംപ്ലോയ്മെന്റ് കൂടിയിട്ടുണ്ട്, അത് കാരണം കാശില്ലാത്ത കാരണം അവര് ഒരു സാധനവും ഡിമാൻഡ് ചെയ്യുന്നില്ല. അപ്പൊ ഗവൺമെന്റ് എന്ത് ചെയ്യും? ആൾക്കാരുടെ കയ്യിലേക്ക് കാശ് പമ്പ് ചെയ്യാനായിട്ട് തീരുമാനം എടുക്കും. എന്നാൽ മാത്രമേ നമുക്ക് നമ്മുടെ ഇക്കോണമിയെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ പറ്റൂ. അപ്പൊ ഗവൺമെന്റ് എന്ത് ചെയ്യും? ഗവൺമെന്റ് അവരുടെ സ്പെൻഡിങ് അങ്ങ് കൂട്ടും. അതായത് ഗവൺമെന്റ് പറയും, ഓക്കെ, നമ്മൾ കുറച്ച് സബ്സിഡി തരാം, അൺഎംപ്ലോയ്മെന്റ് ബെനിഫിറ്റ് വേണമെങ്കിൽ കൊടുക്കാം, പെൻഷൻ എമൗണ്ട് കൂട്ടാം, സബ്സിഡീസ് ആൾക്കാർക്ക് കൊടുക്കാം, നിങ്ങൾക്ക് എങ്ങനെയൊക്കെ നിങ്ങൾക്ക് സഹായം തരാൻ പറ്റുമോ അത്രയും സഹായങ്ങൾ നമ്മൾ ഫൈനാൻഷ്യലി നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അങ്ങനെയുള്ള കുറെ പ്രോമിസസ് മാത്രമല്ല, ഗവൺമെന്റ് ശരിക്കും പറഞ്ഞാൽ ആക്ച്വൽ സ്പെൻഡിങ്ങും അവിടെ നടത്തുന്നുണ്ട്. അപ്പൊ ഗവൺമെന്റ് സ്പെൻഡിങ് ആക്ച്വലി അവിടെ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഇൻഫ്രാസ്ട്രക്ചറൽ പ്രൊജക്ട്സ് ഒക്കെ ഗവൺമെന്റ് കൊണ്ടുവരും. അപ്പൊ എന്താണ് സംഭവിക്കുന്നത്? ആൾക്കാർക്ക് ജോലി കിട്ടും. ജോലി കിട്ടുമ്പോൾ ആൾക്കാർക്ക് ഇൻകം കിട്ടും. ആ ഇൻകം വഴി ആൾക്കാർക്ക് അവരുടെ ഡിമാൻഡ് കൂട്ടിക്കൊണ്ടുവരാൻ പറ്റും. സോ അവിടെ അഡീഷണൽ ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. കാരണം ആൾക്കാർക്ക് നേരത്തെ ജോലി ഇല്ലായിരുന്നു, ഇപ്പൊ ഗവൺമെന്റ് ജോലി കൊടുക്കുന്നു, ഗവൺമെന്റ് പെൻഷൻ കൊടുക്കുന്നു, അതർ സോഷ്യൽ വെൽഫെയർ പ്രോഗ്രാംസ് ഒക്കെ കൊണ്ടുവന്നിട്ട് ആൾക്കാരുടെ കയ്യിൽ ഇൻകം എത്തിക്കുന്നു. അപ്പോ നമുക്ക് അൺഎംപ്ലോയ്മെന്റും കുറയ്ക്കാൻ പറ്റും, ആൾക്കാർക്ക് എക്സ്ട്രാ ഡിമാൻഡും അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടും. അപ്പൊ അത് കാരണം പ്രൊഡക്ഷൻ നടക്കുന്നു, ഇക്കോണമി നല്ല ഒരു സ്മൂത്ത് മാനറിൽ മൂവ് ചെയ്യുന്നു.
ഇങ്ങനെയാണ് റെസഷൻ സിറ്റുവേഷനിൽ ഗവൺമെന്റ് എടുക്കുന്ന ഒരു ടൈപ്പ് ഓഫ് കോമ്പൻസേറ്ററി ഫിസ്ക്കൽ പോളിസി. ഇൻഫ്ലേഷൻ സമയത്ത് എന്താണ്? ഇൻഫ്ലേഷൻ എന്ന് പറയുമ്പോൾ പ്രൈസ് അങ്ങ് ഇൻക്രീസ് ചെയ്യുന്ന ഒരു അവസ്ഥയാണ്. സസ്റ്റൈൻഡ് ഇൻക്രീസ് ഇൻ പ്രൈസ് ലെവലിൽ നമ്മൾ പറയും സാധനങ്ങളുടെ പ്രൈസ് ഇൻക്രീസ് ചെയ്യുന്നു. അപ്പൊ ഇവിടെ മെയിൻ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ അഗ്രിഗേറ്റ് ഡിമാൻഡ് ഉണ്ട്, അഗ്രിഗേറ്റ് സപ്ലൈയും ഉണ്ട്. അപ്പൊ അഗ്രിഗേറ്റ് ഡിമാൻഡ് എന്ന് പറയുമ്പോൾ അഗ്രിഗേറ്റ് സപ്ലൈക്കാൾ കൂടുതലായിരിക്കും. ആൾക്കാരുടെ കയ്യിലൊക്കെ കാശുണ്ട്, പക്ഷേ അത് മീറ്റ് ചെയ്യാനും മാത്രം ഉള്ള റിക്വയർഡ് സപ്ലൈ നമുക്കില്ല. ആൾക്കാരുടെ ഡിമാൻഡ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അത്രയും മാത്രം സപ്ലൈ നമ്മുടെ നാട്ടിലില്ല. അപ്പൊ സപ്ലൈയുടെ ഒരു സ്കാസിറ്റിയാണ് നമുക്ക് ഇവിടെ ഇൻഫ്ലേഷണറി ടെൻഡൻസി ഉണ്ടാക്കുന്നത്. അതെങ്ങനെ നമുക്ക് മീറ്റ് ചെയ്യാം എന്നാണ് ഗവൺമെന്റ് നോക്കുന്നത്. ഗവൺമെന്റ് ഇവിടെ എടുക്കുന്നത് ഒരു കോൺട്രാക്ഷണറി ഫിസ്ക്കൽ പോളിസി ആയിരിക്കും. അതെങ്ങനെയായിരിക്കും എടുക്കുന്നത്? ആൾക്കാരുടെ കയ്യിലുള്ള കാശ് കുറച്ച് പിടിക്കുകയാണെങ്കിൽ നമ്മുടെ ഇൻഫ്ലേഷനെ കുറച്ച് കുറയ്ക്കാൻ പറ്റും. കാരണം ഡിമാൻഡ് കാരണമാണ് ഇത്രയും പ്രശ്നം ഇവിടെ വരുന്നത്. അഗ്രിഗേറ്റ് ഡിമാൻഡ് ഇസ് മോർ ദാൻ അഗ്രിഗേറ്റ് സപ്ലൈ. അപ്പൊ ഗവൺമെന്റ് എന്ത് ചെയ്യുന്നു? ഗവൺമെന്റ് സ്പെൻഡിങ് കുറയ്ക്കുന്നു. ഗവൺമെന്റ് റെഡ്യൂസസ് ഇറ്റ് സ്പെൻഡിങ്. എന്നിട്ട് ഗവൺമെന്റ് അതേപോലെ തന്നെ ടാക്സ് ഇൻക്രീസ് ചെയ്യുന്നു. ഇപ്പൊ ഇൻകം ടാക്സ് ആണെങ്കിലും കോർപ്പറേറ്റ് ടാക്സ് ആണെങ്കിലും ഒക്കെ തന്നെ ഇൻക്രീസ് ചെയ്യും. അപ്പൊ എന്ത് പറ്റുന്നു? ആൾക്കാരുടെ കയ്യിൽ ഇൻകം കുറയുന്നു. ഇൻകം ഇൻ ദ ഹാൻഡ്സ് ഓഫ് പീപ്പിൾ വുഡ് ബി കമ്മിങ് ഡൗൺ. എന്നിട്ട് നമുക്ക് നോക്കാം. അപ്പൊ എന്ത് പറ്റും? അഗ്രിഗേറ്റ് ഡിമാൻഡും താഴേക്ക് വരും. അപ്പൊ നമുക്ക് പ്രൈസ് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ നേരത്തെ റെസഷൻ സിറ്റുവേഷനിൽ ഗവൺമെന്റ് സ്പെൻഡിങ് കൂട്ടുകയും ടാക്സ് കുറയ്ക്കുകയും ചെയ്തെങ്കിൽ ഇപ്പോ ഇൻഫ്ലേഷണറി പീരീഡിൽ ഗവൺമെന്റ് സ്പെൻഡിങ് കുറയ്ക്കുകയും ടാക്സ് കൂട്ടുകയുമാണ് ചെയ്തത്. അപ്പൊ ഓപ്പോസിറ്റ് രീതിയിലാണ് ഗവൺമെന്റ് ഇൻഫ്ലേഷൻ സമയത്തും റെസഷൻ സമയത്തും ആക്ട് ചെയ്യുന്നത്. സോ നമുക്ക് പറയാൻ പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ കോമ്പൻസേറ്ററി ഫിസ്ക്കൽ പോളിസിക്ക് ഒരുപാട് ബെനിഫിറ്റ് വരുന്നുണ്ട്. അതായത് ഇക്കണോമിക് സൈക്കിൾ അല്ലെങ്കിൽ ബിസിനസ് സൈക്കിൾ ഉള്ള ഒരു ഇക്കോണമിയെ ഒന്ന് സ്റ്റെബിലിറ്റിയിൽ പിടിച്ചു നിർത്താനായിട്ട് നമ്മുടെ കോമ്പൻസേറ്ററി ഫിസ്ക്കൽ പോളിസിക്ക് പറ്റും. അപ്പൊ അത് തന്നെ നമ്മുടെ നെഗറ്റീവ് ഇമ്പാക്ട്സ്, അതായത് നമ്മുടെ ഈ റെസഷൻസും ഇൻഫ്ലേഷൻസും ഒക്കെ കൊണ്ട് നമ്മുടെ ഇക്കോണമിക്ക് വരുന്ന നെഗറ്റീവ് ഇമ്പാക്റ്റിനെ കുറച്ചൊക്കെ കൺട്രോൾ ചെയ്തിട്ട് നമുക്ക് സസ്റ്റൈനബിൾ ഇക്കണോമിക് ഡെവലപ്മെന്റിലേക്ക് നമ്മുടെ ഇക്കോണമിയെ നയിക്കാനായിട്ട് ഇത് സഹായകരമാകും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇൻവെസ്റ്റ്മെന്റ് കൂട്ടാനും കൺസ്യൂമറിന്റെ കോൺഫിഡൻസ് കൂട്ടാനും എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ കൂട്ടാനും ഒക്കെ തന്നെ ഗവൺമെന്റിന് ഈ കോമ്പൻസേറ്ററി ഫിസ്ക്കൽ പോളിസി വഴി സാധ്യമാകും. അതേപോലെ തന്നെ ഇൻകം ഇനിക്വാലിറ്റിനെ ഒന്ന് കൺട്രോൾ ചെയ്യാനും അതുവഴി സോഷ്യൽ വെൽഫെയറിനെ പ്രൊമോട്ട് ചെയ്യാനും ഗവൺമെന്റിന് കോമ്പൻസേറ്ററി ഫിസ്ക്കൽ പോളിസി വഴി സാധ്യമാകും. അപ്പോൾ നമുക്ക് ഏതെങ്കിലുമൊക്കെ വൾണറബിൾ ഗ്രൂപ്പ്സ് നമ്മുടെ നാട്ടിലുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ അൺഎംപ്ലോയ്ഡ് കാറ്റഗറി, അതുപോലെ തന്നെ മാർജിനലൈസ്ഡ് സെക്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇവർക്ക് വേണ്ടിയിട്ടുള്ള ബെനിഫിറ്റ്, ഫോർ എക്സാമ്പിൾ അൺഎംപ്ലോയ്മെന്റ് ബെനിഫിറ്റ്, അതേപോലെ തന്നെ ഡയറക്റ്റ് ക്യാഷ് ട്രാൻസ്ഫേഴ്സ്, അതിന് വേണ്ടിയിട്ടുള്ള പല സ്കീംസ്, ഇതൊക്കെ തന്നെ ഗവൺമെന്റിന് കൊണ്ടുവരാനും കോമ്പൻസേറ്ററി ഫിസ്ക്കൽ പോളിസി കൊണ്ട് സാധ്യമാകും. അപ്പൊ ഇതൊക്കെ കൊണ്ട് തന്നെ നമുക്ക് ഒരു സോഷ്യൽ കൊഹഷൻ നമ്മുടെ നാട്ടിൽ കൊണ്ടുവരാനായിട്ട് സാധ്യമാകും. അതേപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്ന കാര്യം, കോമ്പൻസേറ്ററി ഫിസ്ക്കൽ പോളിസിക്ക് ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട്. പക്ഷേ ഏത് സമയത്ത് ഏത് പോളിസി വേണം എടുക്കേണ്ടത് എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇക്കോണമിയുടെ ഒരു അനാലിസിസിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. നമ്മൾ ആദ്യം ഇക്കോണമിയെ സ്റ്റഡി ചെയ്യണം. ഇക്കോണമിയെ പഠിച്ചിട്ട് നമ്മൾ ഇക്കോണമിയുടെ നീഡ്സ് ആൻഡ് വാണ്ട്സ് എന്താന്ന് മനസ്സിലാക്കണം. ഈ വാണ്ട്സ് ആൻഡ് നീഡ്സ് മനസ്സിലാക്കിയിട്ട് വേണം നമ്മളൊരു ഡിസിഷനിൽ എത്തിച്ചേർന്നിട്ട് അതിന് വേണ്ടിയിട്ടുള്ള പോളിസി മെഷേഴ്സ് എടുക്കാം. എന്നാൽ മാത്രമേ നമുക്ക് അക്യുറേറ്റ് രീതിയിൽ ഇക്കോണമിയെ പ്രൊട്ടക്ട് ചെയ്ത് ഫ്ലക്ച്വേഷൻസ് കുറച്ച് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിലേക്ക് നയിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ടൈംലി ഇന്റർവെൻഷൻ ബൈ ദ ഗവൺമെന്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇന്നിപ്പോ റെസഷൻ ഉണ്ടെങ്കിൽ അതിന് വേണ്ട പരിഹാരം ഗവൺമെന്റ് ഉടനെ തന്നെ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ അത് പിന്നീടാവട്ടെ എന്ന് പറഞ്ഞ് വെച്ചിരുന്നാൽ ആ റെസഷൻ മാറി അത് ഡിപ്രഷനിലേക്ക് നയിക്കും. പിന്നീട് ഗവൺമെന്റിനും തന്നെ ബുദ്ധിമുട്ടായിരിക്കും ഇക്കോണമിയെ ഒന്ന് കൺട്രോൾ ചെയ്യാനായിട്ട്. അപ്പോൾ ടൈംലി ഇന്റർവെൻഷൻ എപ്പോഴും ഇമ്പോർട്ടന്റ് ആണ്. അതേപോലെ തന്നെ ടാർഗറ്റഡ് ഇന്റർവെൻഷൻ.
എവിടെയാണ് ടാർഗറ്റ് ചെയ്യേണ്ടത്, എന്താണ് കൺട്രോൾ ചെയ്യേണ്ടത്, എങ്ങനെയാണ് കൺട്രോൾ ചെയ്യേണ്ടത് എന്നൊക്കെ തന്നെ ഗവൺമെന്റിന് ഒരു ധാരണ ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഉദ്ദേശിക്കുന്ന ഔട്ട്കം കിട്ടത്തുള്ളൂ. എന്നാൽ മാത്രമേ നമുക്ക് നെഗറ്റീവ് ഇഫക്റ്റ് കുറയ്ക്കാനായിട്ട് പറ്റൂ. അപ്പൊ ഔട്ട്കം നമുക്ക് വേണം, അതുപോലെ നെഗറ്റീവ് ഇഫക്ട്സിന്റെ കേസ് പറയുമ്പോൾ ഇത് നമുക്ക് കുറയ്ക്കുകയും വേണം. ഇത് രണ്ടും ഒരുമിച്ച് നടത്താനായിട്ട് കോമ്പൻസേറ്ററി ഫിസ്ക്കൽ പോളിസി കൊണ്ട് സാധ്യമാകും എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. സോ ദാറ്റ് ഈസ് ഓൾ. താങ്ക് യു ഫോർ വാച്ചിങ്. നിങ്ങൾക്ക് നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം. അഗൈൻ നിങ്ങളുടെ വിഷയമാണ്. നിങ്ങൾക്ക് ഈ ചാനൽ കൊണ്ട് നിങ്ങൾക്ക് പ്രയോജനം തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത്രയൊക്കെ നമുക്ക് വേണ്ടി ചെയ്തു തരാം. അതേപോലെ തന്നെ നമ്മുടെ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയുടെ ഒരു ഭാഗമാകാം നിങ്ങൾക്ക്. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ ലേൺ എക്കണോമി ആപ്പ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ, നിങ്ങൾ ഒരു പക്ഷെ കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കിട്ടും, വീക്ക്ലി ടെസ്റ്റ് കിട്ടും, അതേപോലെ തന്നെ സ്റ്റഡി മെറ്റീരിയൽസ് കിട്ടും. ഇതൊക്കെ തന്നെ നിങ്ങൾക്ക് ആക്സസ് ചെയ്യാം. ലേൺ എക്കണോമിയുടെ ആപ്പിന്റെ കേസും അതിന്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു ഫോർ വാച്ചിങ്.